ഒരു പ്രയാസവും ഇല്ല, ഒക്കെ സന്തോഷം. അതായത് മില്ലത്ത് അബീക്കും ഇബ്രാഹിം, ദീൻ എന്നാൽ നിങ്ങളുടെ ബാപ്പാന്റെ മാർഗമാണ്, നിങ്ങളെ ബാപ്പാന്റെ മാർഗമാണ്. ആരാ ബാപ്പ? സയ്യിദുനാ ഇബ്രാഹിം. നമ്മുടെ റൂഹിന്റെ ബാപ്പയാണ് ഇബ്രാഹിം നബി, ജസദിന്റെ ബാപ്പയാണ് ആദം നബി, റൂഹിന്റെ ബാപ്പയാണ്, അതിനൊരു ബാപ്പുണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒക്കെ സന്തോഷം, നമുക്കെല്ലാം സന്തോഷം, ദീനൊരു സന്തോഷം. ചായപ്പൊടി ശർക്കരയോ പഞ്ചസാരയോ ഒന്നുമില്ല. എന്നാലും ബാങ്ക് കേട്ടാൽ പഴയ കാലത്തെ അമ്മമാർക്കും ബാപ്പാർക്കും ഒരു സന്തോഷം. ചായ കാശനൊന്നുമില്ല, അതൊക്കെ പ്രശ്നമല്ല. ആ ബാങ്കര കേട്ട് ബാങ്കിന് മുമ്പ് താജ് നിസ്കരിച്ച് പായിൽ അങ്ങനെ ഇരുന്ന് പാപ്പ പള്ളിയൊക്കെ പോയി, ഒന്നുമില്ല. പഴയ കാലത്ത് ഈ സമാപറില് പൊടിയിട്ടിട്ട് സമാപറിലൊരു കിഴിയുണ്ട്, മനസ്സിലായില്ല? ആ കീഴിൽ പൊടിയിടും, നമുക്ക് ഓർമ്മയില്ല അതൊക്കെ. അത് രാത്രി കാലങ്ങളിൽ ബംഗളൂരിന്റെ ഒരു സൈഡിലേക്ക് പീഡിയക്കാർ തട്ടും, പീഡിയ അടച്ചിട്ട് പോയിട്ട് അത് കൊണ്ടുവരും രാവിലെ ചായക്കാൻ. അങ്ങനത്തെ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ എന്റെ കൂടെ അല്ല. അപ്പൊ അങ്ങ് അതിനും വലിയ ദാരിദ്ര്യം എന്താ? ഇപ്പൊ തന്നെ ചായപ്പൊടിക്ക് കുറഞ്ഞ വിലയുള്ളൂ. അപ്പൊ അന്ന് ചായപ്പൊടിക്ക് തീരെ വില, അത് വാങ്ങാൻ കയ്യിൽ പൈസ ഇല്ല. എന്നിട്ട് അവരെന്ത് ചെയ്യും? ചായപ്പീടികയില് അവസാനം ഊറ്റി അവസാനം സമാപനം ഒഴിവാക്കിയിരുന്ന ആ ഒരു ഓർമ്മ നിങ്ങൾക്ക്, ആ ഒരു സഞ്ചി, ആ സഞ്ചിയിൽ നിന്ന് ഒഴിവാക്കിയിടുന്ന ചായപ്പൊടിന്റെ ചണ്ടി, ആ ചണ്ടി കൊണ്ടുവരും. എന്തിന്? ചായാശം രാവിലെ മത്രൂക്കാണ്, ആർക്കും കൊണ്ടുപോകാം. എന്നിട്ട് അവർ സുബഹിക്ക് പോയാണ്ട് അള്ളാന്റെ വിളി കേട്ടുമ്പോ സന്തോഷിച്ച്, പടച്ചോനെ റബ്ബേ നീ ചെയ്ത നിയമത്ത്, എന്താ നിയമത്ത്? ചായപ്പൊടി ചണ്ടി. എന്തുകൊണ്ട്? അവർ തൊള്ളയിലല്ല അള്ളാഹിനോട് ബന്ധപ്പെട്ടത്, എന്തിലാണ്? ഹൃദയത്തിലാണ്. അള്ളാഹുവിന്റെ ഹൃദയത്തിൽ ബന്ധപ്പെട്ട ഒരു സന്തോഷം, ഒക്കെ സന്തോഷം, എല്ലാവരും സന്തോഷം അല്ലേ? പറയും ദീനൊരു മൊത്തം സന്തോഷം. എന്തൊരു ഇടങ്ങേറ്, ദീനിൽ ഒരു ഇടങ്ങേറുള്ള കാര്യങ്ങൾ പറയും. എന്താ ഇടങ്ങേറുള്ളത്? നിസ്കാരം ഒരു സന്തോഷം, നോമ്പ് ഒരു സന്തോഷം, ഹൃദയത്തിൽ നന്മയുള്ളവന് ഇങ്ങോട്ട് വെക്കുന്നതിനേക്കാൾ കൊടുക്കണമാണ് സന്തോഷം. ആണോ അല്ലേ? പറയും ആണോ അല്ലേ? ആണ്. ഒരു പണി ഉണ്ടാവണം. പെരിയിൽ അത്യാവശ്യം കുട്ടികൾക്ക് ചെലവിനൊക്കെ കുട്ടികൾ നടത്തും. എന്നിട്ട് ചില ആളുകൾ എന്നോട് പറയും ചെലവിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല, പക്ഷെ അവനാനൊരു സദസ്സ് പങ്കെടുക്കുമ്പോൾ എന്തെങ്കിലും അവിടെ നിന്ന് വെച്ചു കൊടുക്കാൻ നിന്റെ കയ്യിൽ തന്നെ ബാക്കി വേണ്ടേ, അതിന് എനിക്ക് എന്തെങ്കിലും ഒരു പണി വേണം. അതേതാണോ അല്ല ഇതിലൊല്ല, അവരെ കൈ പൊന്തിച്ചു കൊടുക്കണം, അതൊരു സന്തോഷമാണ്. ഇല്ലെങ്കിലോ ജുമാക്ക് പോണ തന്നെ വിഷമാണ്. എന്തുകൊണ്ട്? ജുമാ കഴിഞ്ഞാൽ എന്തെങ്കിലും പിരിവീഴ്ച കൊടുക്കാനില്ല. ആണോ അല്ലേ? പറഞ്ഞു കുട്ടികളെ ആണോ അല്ലേ? ഒക്കെ സക്കാത്ത് അതൊരു സന്തോഷമാണ്. വേറൊരുത്തൻ നമ്മൾ കഷ്ടപ്പെട്ടു 2% മറ്റുള്ളവർ ഭക്ഷണം കഴിച്ചു, നമുക്ക് സന്തോഷമാണ്. പിന്നെ ഹജ്ജ് സന്തോഷല്ലേ? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ബുദ്ധിമുട്ടിച്ചിട്ടേ ഇല്ല. മനിസ്തതാഅ ഇലൈഹി സബീല, സുരക്ഷിതമായ വഴി, പണം, ആരോഗ്യം, എന്നാൽ മാത്രം എന്തു മതി? പറയും ഹജ്ജ് മതി. പൈസ ഉണ്ടെങ്കിൽ മാത്രം 97% എടുത്തു വെച്ചിട്ട് 2% കൊടുത്താൽ മതി. 2% എടുത്തു വെച്ചിട്ട് 97 കൊടുക്കല്ല. 97 പട്ടിക എടുത്ത ശേഷം ഇവിടെ എത്ര കൊടുത്താൽ മതി? 2.5 കൊടുക്കേണ്ടത് അതൊരു സന്തോഷമാണ്. ഒരു 2.5% ആക്കി അടങ്ങാറാ, അത് 5 ആക്കി കൂടെ എന്ന് പഠിച്ചോ മല്ലോനി. മനസ്സിലാണ്ട് പറഞ്ഞത്? വടകരുണ്ടായിരുന്ന മേധാജി കച്ചവടം കഴിഞ്ഞാൽ അന്നെ ആ കച്ചവടത്തിന്റെ പകുതി ഞാൻ ചെയ്യും. പിന്നെ കൊല്ലത്തിൽ സക്കത്ത് കൊടുക്കും. നല്ല മനുഷ്യനാണ്, മരിച്ചുപോയി, ഓഫറത്ത് കൊടുക്കട്ടെ. മേധാജിന്റെ ദാനം പോലെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. നാടാകെ കരഞ്ഞു. നല്ല മനുഷ്യനാണ്. കച്ചവടത്തിന്റെ അന്ന് പൊട്ടിച്ചത് കൊടുക്കും, അന്ന് കിട്ടിയതിന്റെ പകുതി അങ്ങനെ കൊടുക്കും, പിന്നെ കൊല്ലത്തിൽ വെക്കത്ത് കൊടുക്കും. മൂപ്പർക്ക് കുറവ് കിട്ടിയിട്ടുള്ളൂ, മൂപ്പർക്ക് സന്തോഷമാണ് കൊടുക്കുക. ആലോചിക്കും. പിന്നെന്താ പ്രശ്നം? പനി പിടിച്ചിട്ട് നാവ് കയ്പായി. അപ്പൊ നല്ല മധുരത്തിട്ട് ഉമ്മ ചായ കൊടുത്തു. അപ്പൊ ഇവൻ എന്താ പറയാ? നീ തര കയ്പ, എന്താ പ്രശ്നം? പ്രശ്നം എന്താ? ഒന്ന് നാവിൽ കയ്പ് കയറിയതാ, പനി പിടിച്ചതാ. ചായക്ക് മധുരമില്ലാത്താണോ? അല്ല, നമ്മളെ ഹൃദയത്തിൽ കയ്പ. അതുകൊണ്ട് നമുക്ക് ദീന് പ്രയാസമായി തോന്നാം. സത്യത്തിൽ ദീൻ ദീനിൽ എന്തില്ല, ഒരു പ്രയാസം, സന്തോഷം. അതാണ് സന്തോഷം,
പുതിയ സന്തോഷം. പിന്നെ 2 പെരുന്നാൾ സന്തോഷമാക്കി തന്നു. ഒരു ഭാര്യയും ഭർത്താവും കൂടി കൈയെടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സകല ദോഷം പുറത്തു കൊടുക്കുന്നു. വാ നീച്ചു നീച്ചു. ഒരാൾ തന്റെ ഭാര്യയ്ക്ക് മുസാഫഹത്ത് ചെയ്താൽ, മുസാഫഹത്ത് കയ്യിന്റെ ഉള്ളിൽ കയറ്റുക, ഇങ്ങനെ മുസാഫഹത്ത് ചെയ്താൽ അവർ രണ്ടാളെയും കയ്യിന്റെ അടിയിൽ കൂടെ പുറത്തു വരും. എന്ത്? കുല്ലു ജുനൂബി, അവരെ എല്ലാ ദോഷം കയ്യിന്റെ കൂടെ പോകും. എന്ത്? പെണ്ണുങ്ങളും ആ ഭർത്താവ് എപ്പോഴാ കൈ കൊടുക്കുക? അറിയ എന്നെക്കൊണ്ട് ഞാൻ കുടുങ്ങിയാലും കഴിയുമ്പോൾ കൈ കൊടുക്കും. പറ കുട്ടി ഇരുന്നോ, എപ്പോഴാ കൈ കൊടുക്കുക? പറ എപ്പോഴാ കൈ കൊടുക്കുക? അത്രയും സന്തോഷം രണ്ടാക്കും. 30 നല്ല സന്തോഷ, 33 സന്തോഷമായിട്ടില്ല. അപ്പൊ കൈ കൊണ്ട് എന്നാ പോയി മനസ്സിലായി കുതിരയോട് കയ്യാണ് കൊടുക്കണമെങ്കിൽ രണ്ടാക്കും എന്ത് വേണം? ആ സന്തോഷത്തിൽ കയ്യോട് കൊടുത്താൽ, കൈ കൊടുക്കലുമാണ് എന്ത് പോയത്? 1000 ഇസ്തിഗ്ഫാർ ചെയ്താൽ എന്റെ ദോഷം കൊടുക്കണമെന്നില്ല. എന്റെ പെണ്ണുങ്ങളെ മനസ്സറിഞ്ഞ് കൈ കൊടുത്താൽ ദോഷം കൊടുക്കുന്നു. മുത്തുനബി പറഞ്ഞതാ. എന്റെ കാര്യം അവർക്ക് അടിയിൽ രണ്ടാളിടയിൽ എന്തുണ്ട്? സന്തോഷം. ദീനാണ് എന്താണ്? പറ, ഉറപ്പിച്ച പറഞ്ഞു. ദീനെന്ന് പറഞ്ഞാൽ എന്താണ്? പറ. സന്തോഷമാണ് ദീൻ. അതിന്റെ ആ സന്തോഷമാണ് എല്ലായിടത്തും. കബറിൽ നിന്ന് കബറിൽ നമ്മൾ എത്തിയാൽ നമ്മളോട് ഒന്നോ രണ്ടോ കാര്യം ചോദിച്ചു നമ്മക്ക് തന്നെ അറിയണത്. എത്രാഞ്ച് മഴ തുടങ്ങി? അങ്ങനത്തെ ചോദ്യമാണ് മറബുക്കാന്ന് മുഅ്മിനീങ്ങൾക്ക്. എത്രാഞ്ച് മഴ തുടങ്ങിയെന്നാണ് ചിലപ്പോ ഒന്ന് ആലോചന വരും. മുഅ്മിനീക്ക് മറബുക്ക് പറഞ്ഞാൽ ഒന്ന് ആലോചിക്കാം. അല്ലാഹു റബ്ബി. മനസ്സിലായില്ലേ? നബിയൊക്കെ മുഹമ്മദ് നബി പോർക്കത് അവരെ വ്യക്തിത്വത്തിലാണ്, ഒരു പ്രയാസമല്ല. പിന്നെന്താ പറയണത്? പദപ്രശ്നം. ഖുർആനും മുഴുവൻ ഇങ്ങനെ കലക്കി കൊടുത്ത് ഏറ്റവും വലിയ ആയത്തേതാണ്. എന്റെ വാപ്പുള്ള കാലത്ത് ഒരാൾ ഫോൺ ചെയ്ത് പെരീക്ക്, മറ്റേ ലാൻഡ് ഫോണാണ്, ഇപ്പൊ പെരീക്ക് ഫോൺ ചെയ്തു. ഇന്നെ കിട്ടാൻ വേണ്ടി ഫോൺ ചെയ്തു. ഹസ്മിയോട് ചോദിച്ചു? ഇല്ല. എന്തിനെ വിളിച്ചു ചോദിച്ചു? അല്ല, എന്തെങ്കിലും സംശയം ചോദിക്കാനാണ്. വാപ്പ വലിയ തമാശക്കാരനാണ്. അപ്പൊ ആ പറഞ്ഞ കുറച്ചൊക്കെ എനിക്ക് കിട്ടും. ചോദിച്ചു. ഞാൻ പറഞ്ഞുതരാം. എന്താ എനിക്ക് സംശയം? ഇനി ഫോൺ വരാനായിട്ട് കാത്തിക്കണ്ട. എന്താ വിഷയം ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഖുർആനിൽ മുഹമ്മദ് എന്ന വാക്ക് എത്ര വട്ടം പറഞ്ഞിരിക്കണെന്ന് ചോദിച്ചു. അപ്പൊ ആ പറഞ്ഞു, ഞാൻ എൻ്റെ മുസാഫുണ്ട്. ഞാൻ ചേട്ടൻ എണ്ണിക്കാവും. എന്നെ അറിയാലോ എത്ര വട്ടം മുഹമ്മദ് പറഞ്ഞു. വാപ്പാന്റെ മറുപടി എന്ന് പറഞ്ഞ മാതിരി ഈ ജാതി പദപ്രശ്നമൊന്നും ആരും ചോദിക്കൂല. മലക്കൾ നമുക്ക് നല്ലോണം അറിയണേ ചോദിക്കുള്ളൂ. അല്ല നമ്മളെ റബ്ബാന്ന് അറിഞ്ഞില്ലെങ്കിൽ ജന്തു മുഅ്മിന. അപ്പൊ മലക്കൾ എന്താണ് അവർ ചോദിക്കുക? സത്യത്തിൽ ചോദ്യപേപ്പർ ചോദിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശപ്പെട്ട കാര്യം. അത് അള്ളയെ ചോദിക്കുക. ചോദ്യപേപ്പർ അള്ളാഹ് എന്ത് പറയുന്നു? എന്താണ് ചോദിക്കാണെന്നും പറയാൻ പറ്റൂല. അള്ളാഹു തആല നേരത്തെ തന്നെ എന്ത് പറഞ്ഞു? 1-2 ചോദ്യമുള്ളൂ. അത് ആദ്യമേ പഠിച്ചു വെക്കണം. എന്ത്? പിന്നെ എന്ത് ചോദ്യപേപ്പർ ചോദിച്ചാ പിന്നെ ചോദ്യമാണോ? പറയും മനുഷ്യന്മാരെ. നീറ്റിന്റെ പരീക്ഷ 15-ാം തീയതി ഒന്ന് ജൂൺ. ഇനി സർക്കാർ നീട്ടി. എന്താ കാരണം? 2.5 ലക്ഷം ആളുകൾ പരീക്ഷ ഉണ്ട്, 2 ഷിഫ്റ്റ്. അപ്പൊ 1.25 ലക്ഷം കമ്പ്യൂട്ടർ, പിന്നെ ഉച്ചനേശമുള്ള ഷിഫ്റ്റിൽ 1.25 ലക്ഷം കമ്പ്യൂട്ടർ. ഇതാണ്. പക്ഷെ സുപ്രീം കോടതി എന്ത് പറഞ്ഞു? ചോദ്യം ചോരാനുള്ള സാധ്യതയുണ്ട്. ഇതിന് സമാനമായ ചോദ്യമായിരിക്കും 2ാമത്തെ സെഷനിൽ വരിക. അപ്പോൾ ഒരു വിഭാഗം ആൾ അതിരാവിലത്തെ കുട്ടികൾക്ക് കഷ്ടപ്പാടുണ്ടാവും, ഉച്ചക്കുള്ള ശേഷമുള്ള കുട്ടികൾക്ക് ഒരളവോ ഈ ചോദ്യത്തിലെ ചില ചോദ്യങ്ങൾ അവിടെ വരിക. ചോദ്യത്തിന് പൊതുസഭ മനസ്സിലായാൽ ഉച്ചശേഷമുള്ള കുട്ടികൾ നീറ്റിൽ വലിയ ജയം ജയിക്കും. കഷ്ടപ്പാട് 1-ാം ഭാഗത്തിലെ കുട്ടികൾക്ക് കഴിക്കും. അതുകൊണ്ട് 2.5 ലക്ഷം കമ്പ്യൂട്ടർ ഉണ്ടായിട്ട് പരീക്ഷ നടത്തിയാൽ സുപ്രീം കോടതി വിധി. എന്റെ ചോദ്യപേപ്പർ ചോരാൻ മനുഷ്യ പാടില്ല. ഇത് ചോദ്യപേപ്പർ അങ്ങനെ ചോർത്തി. എന്റെ 3-4 ചോദ്യം ഉണ്ടാവുള്ളൂ. എന്ത്? മറബുക്ക. നമ്മളോട് ചോദിച്ചാ അതൊക്കെ എന്ന് പറയണം. അല്ലാഹു റബ്ബി. നമുക്ക് ആ ചോദ്യം തന്നെ സന്തോഷ. മലക്കളും കബറിൽ വന്നവനാണ് പോയി. അപ്പൊ നമ്മളെന്താ പറയാ? എന്ത് പരിപാടി? അല്ല, നിങ്ങളെ മുഖത്തേക്ക് നോക്കിയപ്പോ ഞങ്ങൾ ചോദിക്കാൻ തോന്നിയില്ല. ആ ജാതി കുഴൂസൊന്നും ഇളക്കല്ലേ. നമ്മളിത് എന്നോ പഠിച്ചിരിക്കലേ ചോദിക്കും.
അപ്പൊ ഓൾക്ക് ഖുർആനിലെ ഏറ്റവും വലിയ ആയത്തേതാണെന്ന് ചോദിക്കാൻ പറ്റൂല. ഓല് എന്തേ കേൾക്കുള്ളൂ? പറയാനായി നീറ്റിലെ എക്സാം ഒന്നും ഓല് കേൾക്കൂല. മറപ്പുക്ക എന്റെ എനിക്ക് ഖബറിലും എന്താകണം? ഞാൻ സന്തോഷാകണം. പിന്നെ സന്തോഷം ഉണ്ടാവില്ല. ഞാൻ ആരല്ലെങ്കിൽ അവരെ പറ്റി പറഞ്ഞിട്ട് കാര്യമൊന്നും. അപ്പൊ ഖബറിലും നമുക്ക് എന്താ സന്തോഷം. അപ്പൊ പിന്നെ മലക്കൽ പിന്നെന്താ പറയണത്? പിന്നെ പറയണത് ഇങ്ങനെ അടക്കം തലക്കും വരും തല്ലും അല്ല നമുക്കനൂമത്തിന് അറൂസി, ഇനി പുതിയാപ്പിളെ പോലെ ഉറങ്ങിക്കോ. അപ്പോഴും സന്തോഷം. ഖബറിൽ എണീറ്റാൽ ആദ്യം ഔലുൽക്കൗസറ എന്താണ്? സന്തോഷം. പിന്നെ അരശിന്റെ തണല എന്താ? സന്തോഷം. പിന്നെ മുസ്തഫായോടുകൂടെ സ്വർഗത്തിലേക്കുള്ള കയറ്റ എന്താണ്? സന്തോഷം. പിന്നെ സ്വർഗം സന്തോഷം എന്ന് പറയേണ്ട ആവശ്യം. ഇബ്രാഹിം നബിയുടെ മാർഗം, ഇതിൽ യാതൊരു പ്രയാസവും ഇല്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. മനസ്സറിഞ്ഞാൽ ഇവർ നീട്ടി പറയില്ല, പെട്ടെന്ന് ഒരു വരി ഹദീസ് ഓതും, പിന്നെ തെഹ്ലീൽ ചൊല്ലും. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഞാൻ നിങ്ങൾ എന്താ പറഞ്ഞു കുട്ടികളെ, നമ്മളെ മനസ്സ് നമ്മൾ നന്നാക്കണം, ഒക്കെ പോസിറ്റീവായി എടുക്കണം. പക്ഷെ എന്തിനും പ്രയാസം ഉണ്ടാവുമല്ലോ. നല്ല മഴ പെയ്തു. അപ്പോൾ മടിയനായ കുട്ടിക്ക് തോന്നി, ഉമ്മച്ചേ ഇന്ന് മഴയാണ്, ഞാൻ പോണില്ല. അപ്പൊ ആ കുട്ടിക്ക് അപ്പോഴും റാഹത്ത് തോന്നി. ഇന്നിപ്പോ സ്കൂൾ കൊണ്ടല്ലോ, വൈകുന്നേരം ബുക്കും കെട്ടുമുട്ട് കുട്ടികൾ തിരിച്ചിങ്ങനെ വരുന്ന കാണുമ്പോ ആ കുട്ടിയുടെ മനസ്സിൽ വിഷമുണ്ടാവും. സന്തോഷത്തിൽ തുടങ്ങിയിട്ട് വിഷമത്തിൽ അവസാനിച്ചു. അതേ സമയത്ത് ഒരു കുട്ടി കുറച്ച് പാവടയോ തുണിയൊക്കെ കയറ്റി പിടിച്ച് ട്രൗസറൊക്കെ മുട്ടിനൊക്കെ കയറ്റി ചെളി കൂടെ നടന്ന് കഷ്ടപ്പെട്ട് പോയി. 3/4 ഭാഗം മഴ കൊണ്ടു കയറി സ്കൂളിൽ 1ാം പീരീഡ് ഓടൊക്കെ നല്ല വെള്ളമുണ്ട് പാവടയിലൊക്കെ കുപ്പായത്തിലൊക്കെ. പിന്നെ 2ാം പീരീഡ് ആകുമ്പോൾ 3/4 ഭാഗം ഉണങ്ങി. പിന്നെ ഉച്ചയായപ്പോൾ ചെറിയ വെയിലും വിളിച്ചൊക്കെ വന്നു. പിന്നെ 2ാമത്തെ തിരിച്ചിങ്ങനെ വരുമ്പോ ആ കുട്ടിന്റെ മനസ്സിൽ സന്തോഷം എത്രയാ. കാരണം എന്ത് മുൻകടന്നു, ബുദ്ധിമുട്ട്, കുറച്ച് നയിപ്പുണ്ട്, അപ്പോൾ അതിന് എന്തുണ്ടായി? സന്തോഷം ഉണ്ടായി. എനിക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? കിടന്നുണ്ണാണ് എന്താണ് മനസ്സിലായോ? കിടന്നുറങ്ങരുത്, ഇരുന്നുണ്ണരുത്, ഇതൊക്കെ നിയമങ്ങളാണ്. കിടന്നുറങ്ങരുത് പറഞ്ഞാൽ കിടന്നുറങ്ങരുത്, ഇരുന്നുണ്ണരുത്. കിടന്നുറങ്ങരുത് പറഞ്ഞാൽ നിന്നുറങ്ങണം. എന്താ പറഞ്ഞത്? ഉറക്കം വരാതെ അങ്ങനെ കിടന്നു, ഇതിനെയാണ് ഉറക്കം വന്നു, അങ്ങനെ നടക്കരുത്. പണിയെടുക്കണം. ആ പണിക്കിടയിൽ ക്ഷീണം വന്നു, കിടന്നോ, ഉറങ്ങിക്കോ. അല്ല, കിടന്നുറങ്ങരുത്, ഇരുന്നുണ്ണരുത്. തിന്നാൻ വേണ്ടി കാത്തങ്ങനെ പിന്നെയാണ് ചോറ് വന്നത്. ആദ്യം ഇജ്ജ വന്നത്. ഇജ്ജ വന്നിട്ട് 2 മണിക്കൂർ കഴിഞ്ഞാ ചോറ് വന്നത്. അങ്ങനെ ഉണ്ടായത്. ആദ്യം ആര് വരണം? ചോറാണിരിക്കണ്ടേ? ഇജ്ജൽ ഇരുന്നുണ്ണരുത്, കിടന്നുറങ്ങരുത്. എന്തിനും അധ്വാനം വേണം. മനസ്സിലായോ? ആദ്യം നമ്മൾ ക്ഷീണം വന്നപ്പോ കിടന്നാൽ ആ ഉറക്കത്തിന് സന്തോഷമുണ്ട്. മറ്റേത് ആദ്യം തന്നെ കിടന്നു, പിന്നെ ഉറക്കം വന്നില്ല. ഒന്ന് മൂത്രിച്ച് വന്നു, ഒന്നെടുത്തു, അങ്ങോട്ട് നടന്നു, ഇങ്ങോട്ട് നടന്നു, ഒന്ന് മാന്തി. അതൊക്കെയാണെങ്കിൽ ഇവരെ മാന്തും. പഴയകാലത്തെ ആളുകളാണ് ഇപ്പൊ മാന്തും. മനസ്സിലാന്ന് പറഞ്ഞത് ഇതൊന്നും നമുക്ക് പറയാം സുഖം. അപ്പൊ ഞാൻ പറഞ്ഞു, ദീന് മൊത്തം നമ്മൾ നേരായ വഴിക്കാണെങ്കിൽ ദീന് മൊത്തം എന്താണ്? സന്തോഷം. ആ സന്തോഷത്തിന്റെ പൂർത്തീകരണമാണ് ബഹുമാനപ്പെട്ട വലിയ പെരുന്നാൾ. വലിയ പെരുന്നാൾ എന്ന് പറയും, വലിയ പെരുന്നാൾ എന്ന് പറയും, അങ്ങനെയൊക്കെ പറയാം. അത് സയ്യിദ് ഇബ്രാഹിമിന്റെ ഓർമ്മയാണ് അലൈഹിസ്സലാം. സംസം വെള്ളം കുടിച്ചപ്പോൾ നമുക്കൊരു സന്തോഷം. പക്ഷേ അതൊരു ഉമ്മാന്റെ കഷ്ടപ്പാട്. ഉമ്മ ഓടിയത് സഫറുടെയും മറുപടിയുടെയും ഇടയിൽ ഓടിയല്ല. അപ്പൊ അമ്മക്കുള്ള സന്തോഷമായി കൊടുത്തതാണ് എന്ത്? സംസം. അത് കുടിച്ചാൽ ഇന്ന് നമുക്ക് സന്തോഷം. അത് ഉമ്മാക്ക് സന്തോഷമായി കിട്ടിയതാണ്. അല്ലാഹു നമുക്ക് എന്നും അത് കുടിക്കാൻ തൗഫീഖ് തരട്ടെ. അപ്പൊ ഞാൻ നീട്ടുന്നില്ല. ദീൻ മുഴുവൻ സന്തോഷം. എപ്പോഴും പോസിറ്റീവായി എടുക്കാം. ഒക്കെ സന്തോഷം, എല്ലാം സന്തോഷം. സന്തോഷം. സയ്യിദ് ഇബ്രാഹിം. അപ്പോൾ ഞാൻ നീട്ടുന്നില്ല, എല്ലാവരും ചിന്തിക്കാം. അല്ലാഹു തആല ഇതൊരു സന്തോഷമാണ്. എന്നാ സന്തോഷം തുടങ്ങിയത്? ഹജ്ജ് 1 സന്തോഷമാണ്. കുറെ ആളുകൾ ഹജ്ജിന് പോയി. ഇന്നലെ ഹജ്ജിന് പോയ പല ആളുകളും രാത്രി എനിക്ക് വിളിച്ചിരുന്നു. ഹജ്ജ് എന്നിട്ടാണ് ബുദ്ധിമുട്ടാണ്, പക്ഷെ അത് കഴിയുമ്പോൾ ഒരു സന്തോഷം. അറഫ വെയില, വലിയ ടെന്റൊന്നുമില്ല. വെയില് മക്കത്ത് പൊതുവെ ഇപ്പൊ വെയില.
ആ വെയിലിൽ ഇറങ്ങിയിരുന്ന് ദ്വാരക്കണം. പിന്നെ അറഫ കഴിഞ്ഞാൽ മുസ്ദലിഫിലേക്ക് പോകണം. മുസ്ദലിഫിലേക്ക് പോകാൻ ഒരു അറുബറി ടൈമാണ്. എല്ലാ ഹജ്ജിന് പോയ ആളുകൾ ഒന്ന് കൈയൊത്തി അല്ലേ, അതൊരു വല്ലാത്തൊരു അറുബറിയാണ്. മുസ്ദലിഫിലേക്ക് പോകാറ് ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ അല്ലെ, ഇതുള്ള പറയും, ഒരു കുറഞ്ഞ ബസ്സിനാണെങ്കിലും നടക്കുകയാണെങ്കിലും ഒക്കെ ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ മുസ്ദലിഫയിൽ പോയി. മുസ്ദലിഫയിൽ പോയതിനു ശേഷം മുസ്ദലിഫയിൽ നിന്ന് മിനയിലെത്തി ജംറയെ എറിഞ്ഞു, മുടി മുറിച്ചു, തഹല്ലുലായി. ആ സന്തോഷത്രയാണ്. ഹാജിമാരൊക്കെ ഉണ്ട്, അതോടുകൂടെ പെരുന്നാളായി. സന്തോഷം. ഏതൊരു കാര്യം ദീൻ സന്തോഷം. ദീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രയാസവും ദീനിൽ വെച്ചിട്ടേ ഇല്ല. എല്ലാം അത് അനുഭവിച്ച് നമ്മൾ കണ്ടെത്തണം. എല്ലാം കണ്ടെത്തണം. എല്ലാം അതിന്റെ അടിയിലേക്ക് ഇറങ്ങിപ്പോയാൽ കണ്ടെത്തും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പടച്ചോനെ കുടിക്കലോ, പടച്ചോനൊക്കെ ഒരു പണി വെച്ചല്ലോ എന്ന് പറയരുത്. ബഹുറിന്റെ ബാങ്ക് കൊടുത്തു, കുറച്ചേരം വർത്താനം പറഞ്ഞു, ഒന്നും നിസ്കരിച്ചിട്ടില്ല. അപ്പോഴത്തിന് പിന്നെ അസന്നെ ബാങ്ക് കൊടുത്തു. ഇപ്പൊ എന്താ പറയാ, കള്ളൻ എന്താ പറയാ, മൊല്ലാക്കൊക്കെ ഇതല്ലാതെ വേറെ പണിയില്ല. മനുഷ്യന്മാര് എന്ത് കള്ളനാണ്, വളരെ പ്രയാസമാണ്. നമ്മക്കോ വേഗത്ത് ബാങ്ക് കൊടുത്തില്ലെങ്കിൽ ഒരു മൂന്നിനായ മനുഷ്യന്റെ അവസ്ഥ എന്താ പറ? ഒരു മൂന്നിനായ മനുഷ്യന്റെ അവസ്ഥ പറയും. ബാങ്ക് കൊടുത്തില്ലെങ്കിൽ മൂന്നിനായ മനുഷ്യന് നെരുകിനെ കൂട്ടിലിട്ട മതി. ആണോ അല്ലേ? സഹിക്കാൻ കഴിയില്ല. എന്താ തിരില്ലല്ലോ, ബാങ്ക് ആയോ അല്ലേ? നമുക്ക് ഇനി വരാൻ പോണ ബാങ്കിൽ കുറച്ച് ഇറങ്ങറുണ്ടോ? ബാങ്ക് വീട്ടിൽ ബാങ്ക് ആയോ 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 നമുക്ക് മുണങ്ങണം. നമുക്ക് മുഹൂറിന് ബാങ്ക് കൊടുത്തില്ലെങ്കിൽ ഇറങ്ങിറങ്ങുണ്ടാവില്ല. സുബൈന്റെ ബാങ്ക് കൊടുത്തില്ലെങ്കിൽ തീരെ ഇറങ്ങിറുണ്ടാവില്ല. എന്താണ്? അതിനനുസരിച്ച് നമുക്ക് ഉറങ്ങാം. മോമിനികൾക്ക് നേരെ ഉണ്ടായി ബാങ്ക് കൊടുത്തിട്ട് ഇറങ്ങാറാം. എന്റെ കൽബിൽ ഈമാനുള്ളത് ഒരു പ്രയാസമില്ല. ദീനിൽ ഒരു പ്രയാസം ഒന്നുമില്ല. ആ ദീന് രണ്ട് സന്തോഷം വെച്ചത. എന്നും പ്രയാസം, എന്നും സന്തോഷം. ഞാൻ ഈ പിന്നെ ആണ്ടതികൾ വാല് പറയുമ്പോൾ സത്യം പറഞ്ഞ ഉള്ളിൻ്റെ ഉള്ളിൽ ലജ്ജിക്കും. ഇപ്പൊ ഞങ്ങളോട് പറയണത് എന്തിന്റെ വാല പറയും? ദുൽഹജ്ജ് ആദ്യത്തെ 10 വാല. അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇതുപോലത്തെ ഒരു ദിവസം വേറെ ഇല്ല. സത്യമാണ്. ഇനി ഞാൻ 2 ആഴ്ച കഴിഞ്ഞ് ഞങ്ങളോട് പറയാ മുഹറത്തിന്റെ വാല. അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുക? പറയും കുട്ടികളെ, അതുപോലത്തെ ഒരു ദിവസം വേറല്ല. പിന്നെ 4 ആഴ്ച കഴിഞ്ഞാൽ നമ്മൾ റബീഉൽ അവ്വലിന്റെ വാല. അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുക? പടച്ചോനെ, ഇതിനെപ്പോലത്തെ ദിവസം വേറല്ല. സത്യമാണ്. ഞാനൊരു കളവും പറയുന്നില്ല. എനിക്കത് പഠിക്കുമ്പോ അങ്ങനെ തോന്നുകയാണ്. ഓരോന്നും പഠിക്കുമ്പോ നമുക്കത് അങ്ങനെ തോന്നും. അല്ലാഹു തആല നമ്മളെ പ്രയാസത്തിന് രക്ഷപ്പെടുത്താണ്. മനസ്സിലായില്ലേ? അത് ഓരോന്നും പഠിക്കുമ്പോ നമുക്കത് സന്തോഷം. ഈ 10 ദിവസത്തെക്കാൾ അല്ലാഹു തആലക്ക് ഇഷ്ടമുള്ള വേറെ ദിവസമില്ല. മനസ്സിലായോ? നീ ഇതേപോലത്തെ വർത്താനം നമ്മൾ എവിടെ പറയും? നേരത്തെ പറയും ശരിയാണ്, അത് അവിടെ ശരിയാണ്, ഇത് ഇവിടെ ശരിയാണ്. എന്റെ റബ്ബിന്റെ ആവശ്യം നിങ്ങൾ സന്തോഷിക്കണം. എന്റെ ദോശ റബ്ബ് കൊടുത്തിട്ടുണ്ടോ? റമളാന്റെ അവസാനത്തെ 10 കഴിഞ്ഞു. അപ്പൊ റബ്ബിന്റെ നിയമം ഒന്നും ഇറങ്ങിയില്ല. പിന്നെ അല്ലാഹു റസൂലിനോട് ചോദിച്ചു, ഇനിയിപ്പോ എന്നാണ് നബിയെ ദോശ പൊറപ്പിക്കാൻ? ഇയാളെ എന്തായി? റമളാന്റെ അവസാനത്തെ 10 കടന്നിറങ്ങി. 25 ഒന്നും നോക്കിയില്ല, അത് ഉറങ്ങി. പിന്നെ ദോഷത്തിനെ പറ്റി ആലോചിച്ചു. അപ്പൊ നബിനോട് ചോദിച്ചു, നബിയെ ഇത് ദോഷം കൊടുക്കണല്ലോ. അപ്പൊ നബി ഇനിയിപ്പോ അടുത്തുള്ളൂ. അപ്പൊ പിന്നെയാണ് റമളാനിലേക്കാൾ വലിയ വാല്യൂ എന്തിനു പറയുന്നത്? ദുൽഹജ്ജ് 10. അപ്പൊ ദോഷം കൊടുക്കാൻ ഏറ്റവും ദിവസം അതാണ്. കഴിഞ്ഞോ? നീ ദുൽഹജ്ജ് ആദ്യത്തെ 10 കടന്നുറങ്ങി. എന്നെ സന്തോഷിപ്പിക്കലാണ് ആര് ലക്ഷ്യം? പറ ചെങ്ങായി, നീ അടുത്ത വന്ന് നോക്കിയാൽ മതി. അല്ലാത്തവർക്കാണ് ചത്തോളി എന്ന് പറഞ്ഞാൽ എന്താവും? നീ ഒരാൾ ഈ ഇതും ശരിയായില്ല, മുഹറമത്തും ശരിയായില്ല. ഇനിയിപ്പോ എന്താ വേണ്ടി? അപ്പൊ എന്താ കൂടി ഇന്നത്തിൽ ജുമാഅത്തില മുസ്ലിം കാഴ്ച പറയുമ്പോ അപ്പൊ അന്നാമത്തെ അവിടെ എന്താന്ന് പറയുന്നത്? ആഴ്ചയിൽ ഒരു ദിവസം ഉണ്ട്. ഏത് വെള്ളിയാഴ്ച? കയ്യിൽ ദിവസം ഉത്തരമില്ലാത്ത ഒരു വെള്ളിയാഴ്ചയില്ല. എന്താ ഉള്ള ഉദ്ദേശം? എന്നെ സന്തോഷിപ്പിക്കണം. ഞാൻ അടുത്തല്ല നോക്കിക്കൊള്ളുന്ന ജീവൻ പോയാലോ? ആ റബ്ബിയാണ് നമ്മൾ കുറ്റം പറയുന്നത്.
മനസ്സിലാകുന്നത് പോലും വളരെ തല കൊടുത്ത് ചിന്തിക്കും, തല കൊടുക്കും. ഒരു പ്രയാസം തീരില്ല, ഒന്നുമില്ല. അള്ളാഹു തന്നെ നമ്മളെ നന്നാക്കി തരട്ടെ. മനസ്സറിഞ്ഞ് പറയും മക്കളെ, അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. കൊല്ലത്തേക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. എന്തുകൊണ്ട്? ഇന്നലെ നമുക്ക് എന്താണ്? വെള്ളിയാഴ്ച രാവാണ്, അറഫ രാവാണ്. മനസ്സിലായോ പറഞ്ഞു? രണ്ടും കൂടി അങ്ങോട്ട് പഞ്ചാരക്കുന്നുമ്പോൾ തെരഞ്ഞെടുപ്പ് കൊടുത്ത് രാത്രിയാണ് ഇന്നത്തെ രാത്രി. ഇനിയിപ്പോ എന്താ ഇന്നത്തത്? വരെ ഇന്നത്തെ ഏതാ? ലൈലത്തുൽ ഈദിന് അൽഹൈലി. അള്ളാഹു എനിക്ക് പൊറത്തില്ലെങ്കിൽ ഇജ് മോശപ്പെട്ടവനാണ്. അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. എന്തേ ആ രാത്രി പൊറുക്കാത്തനുണ്ടാവില്ല അള്ളാഹു. ഇന്നലെ എന്താ അള്ളാഹ്ക്ക് പണി? ഇന്നലെ എന്തിരുന്ന അള്ളാഹ്ക്ക് പണി? പൊറത്തു കൊടുക്കുക. ഇന്നെന്താ അള്ളാഹ് പണി? എനിക്കെന്താ പണി? കുതിര വിടുക. അള്ളാഹ് പണി പൊറത്തു കൊടുക്കുക. എന്നിട്ട് അള്ളാഹ് കുറ്റം പറയാം. അങ്ങനെ ഞങ്ങൾ ഊരക്കിൽ ചവിട്ടണ്ട്. നിങ്ങൾ ഇവിടെ എന്താ? ഞാൻ നാടൻ ഭാഷയിൽ നിങ്ങളോട് കാര്യം പറയാം. അനക്ക് പണി എന്താ? പറയാ, അനക്ക് പണി എന്താ? കുതിരയുടെ അള്ളാഹ് പണി എന്താ? പൊറത്തു കൊടുക്കുക. നല്ല ഉഷാറിൽ നോക്ക്. ഒരു ഹദീസ് പറഞ്ഞുതരാം. ഇന്നല്ലാഹ യബ്സുതു യദഹു ബിന്നഹാരി ലിയതൂബ മുസ്ഇഅൻ വയബ്സുതു യദഹു ബില്ലൈൽ ലിയതൂബ മുസ്ഇഅൻ നഹാർ. പകലായാൽ അല്ലാഹു കൈ നീട്ടിയിരിക്കും രാത്രി തെറ്റ് ചെയ്തവന് പുറത്തു കൊടുക്കാൻ വേണ്ടി. ഇങ്ങനെ ആഴ്ചയിൽ ചുമ്മാ നേരം അതല്ലേ നോക്കണി? നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായോ? ഒന്ന് പറയും മനുഷ്യന്മാരെ, നിങ്ങൾക്ക് മനസ്സിലായോ? റബ്ബിനെ പറ്റി രണ്ടു വാക്ക് പറഞ്ഞിട്ട് കേൾക്ക. തേയിലൊക്കെ കുറഞ്ഞാൽ ഒരു പ്രശ്നമാക്കണ്ട. അള്ളാഹിനെ പറ്റി പറയും. ആരാ അല്ലാഹ്? ഈ ഹദീസ് കേട്ടിട്ടില്ലേ? ഈ ഹദീസ് എവിടെ ഇല്ലാത്തത്? ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈൽ. അർത്ഥം പറ. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു തആല യബ്സുതു വിടർത്തി വെക്കും, യദഹു തന്റെ കൈയിനെ, ബിന്നഹാരി പകലിൽ, ലിയതൂബ തൗബ സ്വീകരിക്കാൻ, മുസ്ഇഅൻ നഹാരി മുസ്ഇഅൽ ലൈലി രാത്രി തെറ്റ് ചെയ്തവർക്ക്. രാത്രി പൊലിയാടി അടക്കുക, നേരെ പോകുമ്പോൾ കഴിഞ്ഞ്. അങ്ങനെ ആരെയും വരികയാണെങ്കിൽ സ്വീകരിക്കാൻ വേണ്ടി തൗബക്ക് കാത്തിരിക്കാൻ ആരും അല്ലാഹു. എന്നാലും അന്തിക്ക് പൊലിയാടിയിട്ട് ഇപ്പൊ കാര്യം നമുക്ക് അങ്ങനെയാണോ? ഒന്ന് പറ ചെങ്ങായി. ഇങ്ങൊക്കെ കൊല്ല സൊക്കളായോ? നോമ്പത്തിലേ തോറ്റിട്ടുള്ളൂ, അണ്ണാക്കിൽ കുടുങ്ങിയിട്ടൊന്നുമില്ലല്ലോ. പറ മനുഷ്യ, പറയുടെ ചെങ്ങായി. അള്ളാന്റെ വലുപ്പത്തിലല്ലേ പറയുന്നത്. എന്താ പറഞ്ഞ് കേട്ടോ? ഈ എന്തെങ്കിലും ഇന്നലെ അന്തിക്കേത് കള്ളുടിച്ച് കുടിച്ച് മിസ്സായി തെറ്റിയറ തന്നെയല്ലേ വിചാരം. കള്ളുടി ആക്കറ അള്ളാഹുത്തരെ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നിനക്ക് തെറ്റിയത് രാത്രി. ഇന്നല്ലാഹ, പാറ മനുഷ്യ ഉമ്മറ വിസക്ക് പോയ കാര്യത്തിന്റെ അർത്ഥം അറിയില്ലേ? പറയങ്ങായി ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹുത്തര യബ്സുതു വിടർത്തി വെക്കും, യദഹു അള്ളാഹിന്റെ കയ്യിനെ, ബിന്നഹാരി നേരം വെളുത്താൽ. എന്തിന്? ലിയതൂബ മുസ്ഇഅൻ നഹാരി മുസ്ഇഅൽ ലൈലി രാത്രി തെറ്റ് ചെയ്തവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി. കഴിഞ്ഞില്ല. വയബ്സുതു യദഹു ബില്ലൈൽ സൂര്യൻ നേരം വെളുക്കുമ്പോൾ വൈകുന്നേരം വരെ തന്നെ വരും. വൈകുന്നേരോ നീ വിചാരിച്ച ഈ കൈ ഇങ്ങനെ വെക്കുന്നല്ല പറഞ്ഞർത്ഥം. അതിന്റെ അർത്ഥം അറ്റല്ലാതെ തുറക്കും. രാത്രിയായാൽ അല്ലാഹു തആല തന്റെ കൈയിനെ പരത്തി വെക്കും. എന്തിന്? ഇതർത്ഥം. ലിയതൂബ മുസ്ഇഅൻ നഹാരി പകലിൽ, ഉറക്കപ്പറ, പകലിൽ തെറ്റ് ചെയ്തവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി നേരം വെളുക്കുന്നവരെ കൈ നീട്ടിയിരിക്കും. നേരം വെളുത്താലോ രാത്രി തെറ്റ് ചെയ്തവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി വൈകുന്നേരം വരെ കൈ നീട്ടിയിരിക്കും. വൈകുന്നേരം ആയാലോ നേരം വെളുക്കുന്നവരെ കൈ നീട്ടിയിരിക്കും പുറത്തു കൊടുക്കാൻ വേണ്ടി. അള്ളാഹു ഉദ്ദേശമല്ല. പറ, അള്ളാഹു എന്നെ നിറയത്തിരുന്നു. അയ്യേ ഇത്ര വായിക്കേണ്ടവന എന്നായി? അള്ളാഹു ഉദ്ദേശം എന്താ? പറ. അള്ളാഹു ഉദ്ദേശം എന്താണ്? നിന്നെ സന്തോഷിപ്പിക്കുക, രക്ഷപ്പെടുത്തുക. എനിക്ക് എന്താ പണി? കള്ളുടിക്കുക, വ്യഭിചരിക്കുക. അള്ളാഹുവിന്റെ പണി എന്താ? സാരമില്ല, പോട്ടെ. അള്ളാഹു കുറ്റം പറയാം. ഈ മുഴുവൻ എന്താണ്? അടിമയുടെ സന്തോഷം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. സമയത്തിനെ ഞാൻ അവസാനിപ്പിക്കാം. ഹദീത്ത് മൗലൂദ് 5:30 സമയമുണ്ട്. എത്രക്ക ബാങ്ക്? സമയമുണ്ട്. പേടിക്കൊന്നും വേണ്ട. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ.
ആരും ബേജാറാവണ്ട കേട്ടോ. അല്ലാഹു ഇന്നൽ ഇൻസാന ഖുലിഖ ഹലുആ, മനുഷ്യൻ ഒരു വെപ്രാളത്തിലാ. അതിന്റെ അർത്ഥം എന്താ? അള്ളാഹ് മനുഷ്യനെ കുറ്റം പറയാം. മനുഷ്യ എനിക്ക് എന്തിനാ ഈ വെപ്രാളം? എനിക്ക് അന്നെ പടച്ച അന്ന് മുതലേ എനിക്ക് വെപ്രാളാ. അതിന്റെ അർത്ഥം എന്താ? ഇജ്ജ് വെപ്രാളപ്പെടണ്ട, എനിക്ക് ഞാൻ തരൂലേ. നിങ്ങൾ ഈ വന്ന ആളുകൾക്ക് മുഴുവൻ ഇവിടെ ചോറ, എല്ലാവർക്കും നല്ല ചോറും ഇറച്ചി കൂട്ടാനുണ്ട് ഇവിടെ. അപ്പൊ ഒരുത്തന് വിളമ്പിനോട് കൂടെ പോഞ്ഞ് അതിനെന്താ വേന? ഒരാള് വിമാനത്തില് സീറ്റ് പോയാലും പാഞ്ഞ് പറയും മനുഷ്യന്മാരെ. ഒരുത്തൻ വിമാനത്തിന്റെ ഇതിന് ചാലുമായി കരിക്കോളിന് പറഞ്ഞോടുകൂടി പേര് പാച്ചു. എന്താണ് പായണത്? ഓന്റെ സീറ്റില് ആരെങ്കിലും ഇല്ലാലോ. ഞാൻ വെപ്രാളം. അല്ല പറഞ്ഞാൽ എനിക്ക് വെപ്രാളം എന്തിനാ? എന്റെ സീറ്റ് ഉണ്ട് ഇവിടെ, എന്റെ സീറ്റ് വിമാനത്തിലുള്ളതുകൊണ്ടല്ലേ എനിക്ക് ടിക്കറ്റ്. അവിടെ ചെല്ലുമ്പോ അവിടുത്തെ കണ്ടക്ടർ എയർ ഹോസ്റ്റസ് പറയോ എന്ത് നിങ്ങൾ ഈ കമ്പിമ തൂങ്ങിക്കൂടി, നിങ്ങൾ ലാസ്റ്റ് എന്തില്ല ടിക്കറ്റ് ഇല്ല, നിങ്ങൾ കമ്പിമ തൂങ്ങിക്കോളി പറയോ. പിന്നെ എന്തിനാ കഴിഞ്ഞ പറഞ്ഞു റോയില് 5 ആണ് എന്റെ സീറ്റ്. അവിടെ ചെല്ലുമ്പോൾ ഒരുത്തൻ അങ്ങനെ കാൽമക്കാരി വെച്ച് ഇരിക്കുന്നു. ടിക്കറ്റ് ഒന്നുകൂടി നോക്കി, മറ്റേ എന്താ പറയാ ബോർഡിംഗ് പാസ് നോക്കി, ഇതന്നെ സീറ്റ്. അപ്പൊ ഭർത്താനം വരെ പറയണ്ട, നിങ്ങളുടെ ഭർത്താവ് വരെയല്ല. എന്തുകൊണ്ട് വെപ്രാളപ്പെടണ്ട? അതന്നെ അല്ലാഹു തആല എല്ലാം നമുക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. എന്ത് വേണ്ട? എന്റെ സന്തോഷം അള്ളാഹിന്റെ താല്പര്യം. ഞാൻ ഈ സന്തോഷത്തിന്റെ വ്യവസായം, അതാണ് അല്ലാഹു അക്ബർ. നീ അല്ലാഹു അക്ബർ കൂലി ഇട്ടെന്നല്ലേ ലക്ഷ്യം? ആർക്കും എങ്ങനെ കൂലിയുണ്ട്? നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ അല്ലാഹു അക്ബർ ചെയ്യുന്നത് ആ ചെല്ലുന്നതിലുള്ള സന്തോഷം. എന്റെ റബ്ബ് വലിയ തന്നെയാ. മനസ്സിലാവുന്നത് പറഞ്ഞത്? എന്ത് ഒരു പേടി പേടിക്കണ്ട, എല്ലാം അല്ലാഹു വൃത്തിയാക്കി തരും. എല്ലാം നിങ്ങൾ പേടിക്കണ്ട, ഈ പേടിക്കണ്ട. ഈ കൂട്ടത്തിൽ ഒരാൾ എന്നോട് ഭാര്യയും ഭർത്താവും തമ്മിൽ പണക്ക, അപ്പൊ വലിയ വേച്ചാറില്ല. ഞാൻ ഒന്നുകൂടി കേൾക്കാൻ ചോദിച്ചാറാണ്ട. ഓള് നിനക്കുള്ളതാണെങ്കിൽ കിട്ടും, അല്ലേ ഓൾ പോയിക്കോട്ടെ. നിനക്കില്ലാത്ത സാധനം നിനക്ക് തന്നെ കിട്ടുന്നു, അതിനൊക്കെ വലിയ അല്ലാഹു തരും. പെണ്ണുങ്ങൾ അവസാനിച്ചിട്ടില്ലല്ലോ, ഇതിന് വേച്ചാറാണ്. നിനക്ക് മനസ്സിലാവേണ്ട പറഞ്ഞത്, നിനക്കെന്തിനാ ബേജാറാവണം? ഒരു ബേജാറും വേണ്ട. നിനക്ക് നിശ്ചയിച്ച അല്ലാഹു തആല നിനക്ക് തരും. അതല്ല തെറ്റി. പാപ്പാന്റെ കുടുംബം, പിന്നെ ഭാര്യയുടെ കുടുംബം, ഏട്ടന്മാരും ബാപ്പയും മുഴുവനും എന്ത് ചെയ്ത് ഭർത്താവടക്കം ഞാൻ അറിയുന്നൊരു സംഭവം, അകത്ത് സ്വീകരണ മുറിയിൽ ഇരുന്ന് തർക്കിക്കാം, തലാക്ക് ചെല്ലണം, അത്ര തരണം, ഇത്ര തരണം, അവിടെ തരണം, ഇതര തരണം, നഷ്ടം വേണം. അങ്ങനെ ആരുണ്ട്? പുതിയാപ്പളിന്റെ ബാപ്പയുണ്ട്, പുതിയാപ്പളയുണ്ട്, പുതിയാപ്പളിന്റെ ഏട്ടനഞ്ചനും ഒരുണ്ട്, അളിയന്മാരും അവരുണ്ട്, പിന്നെ പെണ്ണിന്റെ ബാപ്പുണ്ട്, കുടുംബക്കാരുണ്ട്. ബൊമ്പ പൊരിഞ്ഞ വർത്താന. നഷ്ടപരിഹാരം ഇങ്ങനെ വേണം, തലാക്ക് ഇപ്പൊ തന്നെ ചെല്ലണം, നഷ്ടപരിഹാരം. അതിനിടയില് വാതിൽ പിന്നോളിലൂടെ വന്നിട്ട് പെണ്ണ് മൂപ്പര ഇങ്ങനെ കാട്ടി. അപ്പോ മൂപ്പര് എന്തിനോ പിടിക്കാൻ വിചാരിച്ച് ഇറങ്ങി മതിലിന്റെ അപ്പുറത്തേക്ക് വന്നപ്പോ ഇവള് അടുക്കളയിൽ നിന്ന് മതിൽ പുറത്തേക്ക് ചാടി. നമുക്ക് പോകുക, ഇവര് തരാക്കും നഷ്ടപരിഹാരം തീരുമാനിച്ചു കഴിഞ്ഞ് നോക്കുമ്പോ ആരില്ല. പുതിയാപ്പിളും പുതിയ ബാധ കടിച്ച് കടന്നു വീഴുന്നു. എന്റെ ഓള് നിനക്കുള്ളതാണ്. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാകാൻ ഇജൽ വെപ്രാളം വേണ്ട. ഓള് പോയി, എന്റെ വെപ്രാളം ഉടൽക്കുള്ളല്ല. നമ്മക്ക് അല്ലാഹു ഒരു പ്രയാസം തോന്നും, നമ്മക്ക് ഇഷ്ടപ്പെട്ടല്ലേ കിട്ടണ്ടോ. അപ്പൊ ദീനി എന്നാൽ ഇന്നൊരു സന്തോഷം. കാരണം പിന്നെ ഹജ്ജുമായിരുന്ന പെരുന്നാളിക, നമുക്കിന്ന് ഹജ്ജാണ്. നമ്മളെ ഓരോ വാക്കും ഹജ്ജ് അള്ളാന്റെ എളുപ്പത്തിലാണ് ഈ പറഞ്ഞു. ആണോ അല്ലേ? ഞങ്ങൾക്ക് 1000 സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവില്ല. സ്വലാത്തം ചെല്ലുന്നേ ഉള്ളൂ. അതിനേക്കാൾ വലിയ വർത്താനൊക്കെ പറഞ്ഞു. സ്വലാത്തിലുള്ള മുത്തനബിക്കും ഇതൊരിക്കും ഇഷ്ടം. ഇത് ആരെ എളുപ്പത്തിലാണ്? അള്ളാന്റെ എളുപ്പത്തിലാണ്. നമുക്ക് റബ്ബുണ്ട്, അത് കേറ്റിക്കോ. എന്റെ റബ്ബ് എനിക്ക് മതി, എന്റെ റബ്ബ് എനിക്ക് മതി. കൊടുക്കൂല. ഇന്ന് വരെ കുടിക്കിട്ടില്ല. കുടിക്കിട്ടുണ്ടോ? പറ, കുടിക്കിട്ടുണ്ടോ? ഇല്ല.
ഒരിക്കലും കുടിക്കില്ല. അനക്ക് കുടിക്കുമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ മോശമാണ്. ഇജ്ജ് നന്നായ അനക്ക് മനസ്സിലാവും. അങ്ങനെയാണ് നമ്മൾ ലേഖനം എഴുതിയിട്ട് മാതൃഭൂമിക്ക് അയച്ചു. ഒരു ഉദാഹരണം പറയാം, ഒരു ഫിറ്റ ഉദാഹരണം. നമ്മൾ ലേഖനം എഴുതിയിട്ട് മാതൃഭൂമിക്ക് അയച്ചു. മാതൃഭൂമി വെട്ടിയിൽ തിരിച്ചയച്ചു. അപ്പൊ നമുക്ക് എഡിറ്ററോട് ഭയങ്കര ദേഷ്യം. വെറുതെ അവിടെ ഇരിക്കുന്ന കുറച്ച് ആളുകൾ ഒരു ലേഖനം എഴുതാൻ അയക്കും. പിന്നെ ഒരു ലേഖനം എഴുതി അതയച്ച് അതിന്റെ പകുതി എത്തി. മൂന്നാമത്തെ ലേഖനം എഴുതി അതിന്റെ കാൽഭാഗം പറ്റി. നാലാമത്തെ ലേഖനം എഴുതി അയച്ചു അതിന് 2 വരി അവിടെ ഇവിടെ കേട്ടിട്ടുണ്ട്. 5ാമത്തെ ലേഖനം എഴുതി ഒരറുപ്പ് കേട്ടിട്ടില്ല. 6ാമത്തെ ആഴ്ച ഫോൺ വന്നു, നിങ്ങൾ മാതൃഭൂമിയിൽ എഡിറ്ററാകാൻ വേണ്ടി ഇന്നലെ കൂടിയ മാനേജ്മെന്റ് യോഗം തീരുമാനിച്ചിരിക്കുന്നു. എന്റെ ഇതിനിടയിൽ ഒരു പ്രോസസിങ് നടന്നിട്ടുണ്ട്. എന്ത് എന്നെ ആദ്യം ഇപ്പോൾ നിജ മേശമാവി എഡിറ്ററായി ഇരുന്നപ്പോൾ ഇത് 6 ആഴ്ച മുമ്പ് എഴുതി അയച്ചതുപോലത്തെ ഒരു ലേഖനം വേറൊരാൾ ആക്കി അയച്ചാൽ ഇത് പെരുമ്പെട്ട് വെട്ടി അവിടേക്കും. അള്ളാൻ എങ്ങനെ മനസ്സിലാക്കണ്ടേ? മനസ്സിലായില്ല. നമ്മളെ കടലാസ് തെറ്റാണ്. തെറ്റായ കാലത്തോളം നമുക്ക് ആരെ കുറ്റം തോന്നും? അള്ളാനെ. നമ്മളെ കടലാസ് ക്ലിയർ ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്ത് അള്ളാഹു മഹാനാണ്. നമ്മളെ ലേഖനത്തിലെ തെറ്റുള്ളൂ, എഡിറ്റർ ചെയ്തതിൽ തെറ്റില്ല. അതേ സമയത്ത് തെറ്റുകാരനായ എഴുത്തുകാരന് ആരെയാണ് കുറ്റായി തോന്നുക? എഡിറ്ററെ. അത് പറഞ്ഞ മനസ്സിലുള്ളൂ. നമ്മൾ നന്നായ ഒക്കെ ലോകം അള്ളാഹു നന്നാക്കി തരട്ടെ.